ഹായ്, എല്ലാവർക്കും ലിൻസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ചെടി നടൽ പരിപാടികളാണ്. കുറച്ച് നാൾ മുമ്പ് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇട്ടിരുന്ന ചെടികളാണ് ഇതെല്ലാം. ഇതിപ്പോൾ അത്യാവശ്യം റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മണ്ണിലേക്ക് മാറ്റി കൊടുക്കാം. അത്യാവശ്യം വേരുകൾ വന്ന് കഴിഞ്ഞാൽ അതിനെ മണ്ണിലേക്ക് മാറ്റിയാലേ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇൻഡോറൊക്കെ ഇതുപോലെ വെള്ളത്തിൽ പ്ലാന്റ് വളർത്താം. ഇതിപ്പോൾ പല വെറൈറ്റികളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വൈറ്റ് പ്രിൻസസ് ഉണ്ട്, പിന്നെ മോൺസ്റ്ററയുടെ ആൽബോ ഉണ്ട്. ഇത് മോൺസ്റ്റർ ആൽബോ ആണ്. നമ്മൾ പ്ലാന്റ്സ് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ ക്ലോറിൻ ചേർന്ന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാതെ ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന ഒരു ചാലാണ്. കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി മലയിൽ നിന്നും ഇവിടെ താഴത്തോട്ടൊക്കെ വെള്ളം തിരിക്കുമ്പോൾ ഇവിടെ വെള്ളം വരും. ഇവിടെ വെള്ളം ഉള്ളപ്പോൾ നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാൻ പ്രത്യേക ഒരു ഉത്സാഹമാണ്. കാരണം നല്ല വെള്ളമാണ്. നമുക്ക് ഇവിടുന്ന് കോരി അങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ. ഇനി നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് നട്ടു വെക്കാനുള്ള പരിപാടികൾ നോക്കാം. കുറച്ച് കരിയില കമ്പോസ്റ്റും മണ്ണും ചകിരിച്ചോറും പിന്നെ ഫംഗിസൈഡും കൂടെ ചേർത്ത ഒരു പോട്ടി മിക്സാണ് ഇത്. ഇതിൽ ചകിരിച്ചോറാണ് കൂടുതലായിട്ടും ചേർത്തിട്ടുള്ളത് മണ്ണിനെക്കാട്ടിലും. പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്നായിട്ട് നട്ടുകൊടുക്കാം. ഈ പോട്ടിൽ ഇപ്പോൾ 5-6 തൈകൾ ഒരുമിച്ചാണ് നട്ടു കൊടുക്കുന്നത്. ഇതൊരു ബുഷി ആയിട്ടുള്ള ഹാങ്ങിങ് പോട്ടായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ്. പ്ലാന്റ്സ് എല്ലാം തന്നെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം.